ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുമയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആപ്പത്തിൻ്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കിയത് ഈ കുറുമയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അല്ലേ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കുറുമ ഉണ്ടാക്കാനായി ഞാൻ പച്ചപ്പട്ടാണി 7 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കുക്കറിലേക്ക് മാറ്റി മുങ്ങിക്കടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. സ്റ്റീം പോയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കുകയാണ്. പച്ചപ്പട്ടാണി ഒട്ടും തന്നെ ഉടഞ്ഞിട്ടില്ല. എന്തായാലും പച്ചക്കറി ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ഞാൻ പച്ചക്കറിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ച് 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വെള്ള കളറിലുള്ള കുറുമ ഇഷ്ടമല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കറിലേക്ക് ഇട്ട സാധനങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിലേക്കായി തേങ്ങ, പൊട്ടുകടല, പെരിഞ്ചീരകം ചേർത്തിട്ട് നല്ല സ്മൂത്തായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വേവാൻ വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ അരച്ചിരിക്കുന്ന പേസ്റ്റിൽ തേങ്ങയുടെ കൂടെ പൊട്ടുകടലയും ചേർത്തിരിക്കുന്ന കാരണം കുറുമയ്ക്ക് അത്യാവശ്യം തിക്നെസ് കിട്ടുവേ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കരണ്ടി ഉപയോഗിച്ചിട്ട് കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കുറുമയിൽ എപ്പോഴും ഈ കഷ്ണങ്ങൾ ഇങ്ങനെ മുഴുവനായി കിടക്കുന്നതിനേക്കാളും ഉടഞ്ഞു കിടക്കുമ്പോൾ അത് പ്രത്യേക സ്വാദായിരിക്കും. നിങ്ങൾ കുറുമ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വെന്ത് കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഇങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും ഇനി കുറുമയ്ക്ക് അവസാനമായിട്ടൊരു താളിപ്പും കൂടി കൊടുക്കണം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഈ ഒരു പരിവാകുമ്പോഴത്തേനും കറിവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ സവാളയും മസാലപ്പൊടിയൊന്നും വഴറ്റി സമയം കളയാതെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എന്തായാലും അറിയിക്കണം. ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.